ശരി. ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കെ രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. നേരത്തെ പല പേരുകളും പരിഗണിക്കപ്പെട്ടിരുന്നു. കെ രാഗേഷ് ഉൾപ്പെടെ മറ്റ് പലരുടെയും പേരുകൾ പരിഗണിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ കെ രാഗേഷ് എന്ന ഒറ്റ പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. കെ രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സുനിൽ വിവരങ്ങൾ അയച്ചിരുന്നു. സുനിൽ, രാഗേഷിന് ഉറപ്പിച്ചോ? CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ രാഗേഷിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ കെ രാഗേഷ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയുടെ, മുഖ്യമന്ത്രിയുടെ തന്നെ സ്വന്തം ജില്ലയുടെ ചുമതല അത് കെ രാഗേഷിനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. കെ രാഗേഷിന്റെ കൈകളിൽ തന്നെ ആറ്റിരിക്കുന്നു. നേരത്തെ പ്രകാശ് മാഷ് അടക്കമുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഒടുവിൽ കെ രാഗേഷിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയായിരുന്നു. അതായത് നമുക്കറിയാവുന്ന പോലെ രാവിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം ജില്ലാ കണ്ണൂരിലുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ മുഖ്യമന്ത്രിയും പങ്കെടുത്തു. ആ യോഗത്തിലാണ് കെ രാഗേഷിന്റെ പേര് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർദ്ദേശിച്ചത്. അത് യോഗം അംഗീകരിക്കുന്നു. അതിന് പിന്നാലെ തന്നെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ പേര് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ചു. ആ പേര് യോഗം ഏകകണ്ഠേന അംഗീകരിച്ചിരിക്കുന്നു. കെ രാഗേഷിനെ കണ്ണൂരിലെ CPM-ന്റെ നേതൃത്വം, അതിന്റെ കണ്ണൂരിലെ പാർട്ടിയെ നയിക്കാൻ കെ രാഗേഷിനെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതായത് ഏറ്റവും ചെറുപ്പക്കാരനായ SFIയിലൂടെ സംഘടനാ രംഗത്തെത്തിയ കെ രാഗേഷ് ഒരുപക്ഷെ കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സംഘടനാ രംഗത്ത് വലിയ നേതൃപാഠവുമുള്ള, സംഘടനാ രംഗത്ത് വലിയ പരിചയങ്ങളുള്ള ഒരു നേതാവ്. ആ നേതാവിനെ തന്നെ കണ്ണൂരിനെ നയിക്കാനുള്ള ഒരുപക്ഷെ രാജ്യത്ത് തന്നെ പാർട്ടിക്ക് ഏറ്റവും അധികം ശക്തിയുള്ള ഘടകമാണ് കണ്ണൂർ ജില്ലാ ഘടകം. ആ ഘടകത്തെ നയിക്കാനുള്ള ചുമതല കെ രാഗേഷിന്റെ കൈകളിലേക്ക് പാർട്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അജിൻ, സുനിൽ, ഈ മറ്റ് പേരുകൾ ആരൊക്കെയായിരുന്നു ഉയർന്നു വന്നിരുന്നത്? അതിൽ നേരത്തെ 2 പേരുകളാണ് നമ്മൾ രാവിലെ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. 2 പേരുകളാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നത്. ഒന്ന് കെ രാഗേഷിന്റേതും മറ്റത് M പ്രകാശിന്റെയും പേരുകളായിരുന്നു ഉയർന്നു വന്നിരുന്നത്. പക്ഷേ ഒരുപക്ഷെ M പ്രകാശൻ ഇത്തവണ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തും എന്നൊരു ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 പേരിൽ ആരെയാണ് മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നത് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ആണ്, സ്വാഭാവികമായി നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ്. ആ കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രി പറയുന്ന പേരിന് തന്നെയായിരിക്കും ഏറ്റവും പ്രാധാന്യം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിനായിരിക്കും പ്രഥമ പരിഗണന ഉണ്ടാവുക. അതുകൊണ്ട് മുഖ്യമന്ത്രി കെ രാഗേഷിന്റെ പേരാണ് മുന്നോട്ട് വെച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മറ്റ് എതിർപ്പുകളൊന്നുമില്ലാതെ കെ രാഗേഷിലേക്ക് എത്തുകയായിരുന്നു. TV രാജേഷിനെ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു പേരായിരുന്നു കെ രാഗേഷിന്റെ പേര്. പക്ഷെ TV രാജേഷിന്റെ പേര്. പക്ഷെ TV രാജേഷിനെ ജില്ലാ സെക്രട്ടറി ആക്കുന്നതിൽ പയ്യന്നൂരിൽ നിന്നുള്ള ഒരു വിഭാഗം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. നേരത്തെ MV ജയരാജൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് താൽക്കാലികമായ ചുമതല നൽകിയത് TV രാജേഷിനായിരുന്നു. ആ സമയത്ത് തന്നെ ചില പ്രശ്നങ്ങളുണ്ടായി. ഒപ്പം നേരത്തെ പയ്യന്നൂരിൽ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഉണ്ടായപ്പോൾ പയ്യന്നൂരിൽ പാർട്ടിയുടെ ചുമതല, ഏരിയ സെക്രട്ടറിയുടെ ചുമതല കൊടുത്തതും TV രാജേഷിനാണ്. ആ സമയത്ത് ഉണ്ടായ ചില പ്രശ്നങ്ങൾ അത് ഇപ്പോഴും അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഭാഗമായി TV രാജേഷിനെ ഈ സ്ഥാനം നൽകരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അതേ തുടർന്നാണ് TV രാജേഷിന്റെ പേര് ആ പട്ടികയിൽ നിന്ന് പുറത്താവുന്നത്. പിന്നാലെ 2 പേരുകളിലേക്ക് എത്തി. ഒന്ന് TV രാജേഷിലേക്കും ഒന്ന് കെ രാഗേഷിലേക്കും മറ്റൊന്ന് M പ്രകാശിലേക്കുമായിരുന്നു. ഒടുവിൽ ആ 2 പേരുകൾക്കിടയിൽ കെ രാഗേഷിനെ തന്നെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. സുനിൽ, ഈ പ്രധാനമായും കെ രാഗേഷിനെ മുഖ്യമന്ത്രി തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഒന്ന്, അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കുറെ നാൾ ജോലി ചെയ്തതാണ്. പിന്നെ MP ആയിട്ടുള്ള പ്രവർത്തന പരിചയമുണ്ട്. ഇനി പാർട്ടി സംഘടനാ രംഗത്ത് തിരിയട്ടെ എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ടാവുമോ? സുനിൽ, സെക്രട്ടറിയിലേക്ക് വരാം. ഇപ്പോൾ സെയ്ഫ് സൈൻ ലാബ്ദീൻ തിരുവനന്തപുരത്ത്. സെയ്ഫ്, ഈ ദീർഘനാൾ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് കെ രാഗേഷ്. കുറെ നാൾ MP ആയി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാകുമോ മുഖ്യമന്ത്രി രാഗേഷിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക? അപ്പൊ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ട് അറിയപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ വിശ്വസ്തനായിട്ടുള്ള ആളാണ് കെ രാഗേഷ്. അത് തന്നെയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു ഒഴിവ് വരുമ്പോൾ കെ രാഗേഷിനെ തന്നെ പരിഗണിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്.
അപ്പോ മുഖ്യമന്ത്രിയാണ് അതിന് താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും പാർട്ടി തീരുമാനം എന്നല്ലേ വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനമായി അത് വരുന്നത് മുഖ്യമന്ത്രിയുടെ കൂടി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ അറിയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ജിംസ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് ഭാരിച്ച ചുമതലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഘടനാ ശക്തിയുള്ള ജില്ലയാണ്, CPM ഏറ്റവും കൂടുതൽ സംഘടനാ ശക്തിയുള്ള ജില്ലയാണ് കണ്ണൂര്. അതുകൊണ്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ തെരഞ്ഞെടുക്കുമ്പോൾ KK രാഗേഷ് നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയുണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പദവി. ആ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പദവിയിൽ നിന്ന് KK രാഗേഷിന് സ്വാഭാവികമായിട്ടും ഒഴിയേണ്ടി വരും. കാരണം രണ്ട് പദവിയും കൂടെ ഒരേപോലെ വഹിക്കാൻ കഴിയില്ല. ഒന്ന് സർക്കാർ തലത്തിലുള്ള ചുമതലയാണ്, മറ്റൊന്ന് പാർട്ടി തലത്തിലുള്ള ചുമതലയാണ്. സർക്കാർ പാർട്ടി തലത്തിലുള്ള ചുമതല, നിർണായക ചുമതല വഹിക്കുമ്പോൾ സർക്കാർ തലത്തിൽ പ്രധാനപ്പെട്ട ചുമതല വഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കാര്യത്തിൽ ഈ ആഴ്ച തന്നെ ഒരു തീരുമാനമുണ്ടായേക്കാം. ഒരുപക്ഷെ വെള്ളിയാഴ്ച ചേരുന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആര് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായേക്കാം. എന്തായാലും അജിൻസ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ജില്ലാ സെക്രട്ടറി എന്ന പദവിയിലേക്ക് വരുന്നത് മുഖ്യമന്ത്രിയുടെ കൂടി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വേണമെങ്കിൽ മറ്റ് ഓപ്ഷനുകൾ പാർട്ടിക്ക് സ്വീകരിക്കാമായിരുന്നു. ഇപ്പോ MP ജയരാജൻ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ജില്ലാ സെക്രട്ടറിയായി തുടരാൻ കഴിയില്ല. പിന്നീട് ഉണ്ടായിരുന്ന ഒരു പേര് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള TV രാജേഷിന്റെ പേരായിരുന്നു. പക്ഷേ TV രാജേഷിന്റെ പേര് പരിഗണനയിലേക്ക് എടുത്തില്ല എന്നുള്ളത് കൊണ്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ TV രാജേഷ് ഇനി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമോ? കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവ് തന്നെ വരാനുള്ള സാധ്യതയാണ് നിലവിൽ നിലനിൽക്കുന്നത്. എന്തായാലും കൂടുതൽ ചർച്ച വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ നടക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന രണ്ടാമത് ഭരണത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ആദ്യം ചൂസ് ചെയ്ത തന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആദ്യം ചൂസ് ചെയ്ത പേരുകളിൽ ഒന്നായിരുന്നു KK രാഗേഷ് എന്നുള്ളത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെ കണ്ണൂർ ജില്ലയുടെ പാർട്ടിയുടെ തലപ്പത്തേക്ക്, കണ്ണൂർ പാർട്ടിയുടെ കയ്യിലേക്ക്, അദ്ദേഹം KK രാഗേഷിന്റെ കയ്യിലേക്ക് കണ്ണൂർ പാർട്ടിയെ മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിൻസ്, KK രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. TV രാജേഷിന്റെയും പ്രകാശൻ മാസ്റ്ററുടെയും പേരുകൾ പരിഗണിച്ചുവെങ്കിലും KK രാഗേഷിനാണ് മുൻഗണന ജില്ലാ കമ്മിറ്റിയിൽ ലഭിച്ചതെന്ന് കാണാം. സുനിൽ ഐസക്കിലേക്ക് വീണ്ടും. സുനിൽ, പ്രകാശൻ മാസ്റ്റർക്കും TV രാജേഷിനും എന്താണ് വിനയായത് തെരഞ്ഞെടുക്കപ്പെടാതിരിക്കാൻ? TV രാജേഷിന്റെ പേര് ആദ്യഘട്ടത്തിൽ തന്നെ അജിംസ് വെട്ടപ്പെട്ടിരുന്നു. കാരണം നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MP ജയരാജൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറുമ്പോൾ താൽക്കാലിക ചുമതല നൽകിയിരുന്നത് അന്ന് TV രാജേഷിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ TV രാജേഷ് തന്നെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് MP ജയരാജൻ സെക്രട്ടേറിയറ്റിലോട്ട് ഉൾപ്പെടുമ്പോൾ വരും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതിന് തടസ്സമായ ചില ഘടകങ്ങളുണ്ട്. അതിലൊന്ന് പയ്യന്നൂരിലെ പാർട്ടിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് TV രാജേഷിന് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് ഇരു വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും പരാതി ഉണ്ടായി. നേരത്തെ നമുക്കറിയാം പയ്യന്നൂർ പാർട്ടിയിൽ രണ്ട് വിഭാഗങ്ങളായി വലിയ പ്രശ്നങ്ങളുണ്ടായി. കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിലും ഒപ്പം TI മധുസൂദന്റെ നേതൃത്വത്തിലും രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നു. ആ ഗ്രൂപ്പുകൾ വലിയ പ്രശ്നത്തിലേക്ക് വരുന്നു. കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നീക്കുന്നു. പാർട്ടിയുടെ സംഘടനാ നടപടി TI മധുസൂദന് നേരെയും ഉണ്ടാകുന്നു. അങ്ങനെ പയ്യന്നൂർ പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ താൽക്കാലികമായി ഏരിയ സെക്രട്ടറിയുടെ ചുമതല അന്ന് നൽകിയത് TV രാജേഷിനാണ്. അന്ന് പക്ഷേ TV രാജേഷ് കൃത്യമായൊരു നിലപാട് അവിടെ എടുക്കാനോ പാർട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ TV രാജേഷിന് കഴിഞ്ഞില്ല എന്നൊരു ആക്ഷേപം ആ സമയത്ത് ഇരു വിഭാഗങ്ങളും ഉന്നയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് MP ജയരാജൻ മാറുന്ന സമയത്ത് താൽക്കാലിക ചുമതല TV രാജേഷിന് നൽകുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും TV രാജേഷ് തന്നെ വീണ്ടും ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പയ്യന്നൂരിലുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ള ആളുകൾ TV രാജേഷിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനം നൽകരുതെന്ന ആവശ്യം ഉയർത്തുന്നു, മുന്നോട്ട് വയ്ക്കുന്നു. സ്വാഭാവികമായും പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് പയ്യന്നൂർ. ആ മേഖലയിൽ നിന്നുള്ള എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഒരാളെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും അത് പാർട്ടി അംഗീകരിക്കായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് TV രാജേഷ് മാറുന്നത്. പ്രകാശ് മാഷ് എന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ മറുപടി നമുക്കിപ്പോൾ നൽകാൻ കഴിയില്ല. കാരണം ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ TV രാജേഷും ഒപ്പം KK രാഗേഷും ഒപ്പം M പ്രകാശ് മാഷിന്റെയും മാത്രം പേരുകളായിരുന്നു ആ പേരുകളിലേക്ക് ചുരുക്കപ്പെട്ടിരുന്നു. രാവിലെ പക്ഷേ മുഖ്യമന്ത്രി തന്നെ രാവിലെ ഇന്ന് ചേരുന്ന ജില്ലാ നേതൃയോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും KK രാഗേഷിലേക്ക് തന്നെ ആ അവസാന പേര് KK രാഗേഷിലേക്ക് തന്നെ എത്തുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെ KK രാഗേഷ് ഓഫീസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ, ഈ യോഗത്തിലേക്ക് എത്തുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ശരീരഭാഷ പോലും അത് കൃത്യമായി അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് KK രാഗേഷിനെ പരിഗണിക്കുമെന്ന് രാഗേഷിന് അറിയാമായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അത്തരത്തിലായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോടക്കം ഇടപെടുന്നതും പെരുമാറിയതും ഒക്കെ അത്തരത്തിലായിരുന്നു. മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെ നിന്നു കൊടുത്തിട്ടൊക്കെയാണ് അദ്ദേഹം യോഗത്തിലേക്ക് കയറിയത്. മാത്രമല്ല പിന്നാലെ പിണറായി വിജയൻ കൂടി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്നു. ആദ്യം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെയും
യോഗമാണ് ചേർന്നത്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഇത്തരത്തിലൊരു പേര് മുന്നോട്ട് വെച്ചതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം. അതിനെ ആ നേതൃയോഗം അംഗീകരിക്കുന്നു. അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നു. ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി പേര് കെ രാഗേഷിന്റെ പേര് മുന്നോട്ട് വയ്ക്കുന്നു. അത് ഏകകണ്ഠേന അംഗീകരിക്കപ്പെടുന്നു. ഏതെങ്കിലും തരത്തിൽ മറിച്ച് ഒരു പേര് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. നേതൃയോഗത്തിന് ശേഷം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെയും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെയും യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മടങ്ങിപ്പോവുകയും ചെയ്തു. ജില്ലാ കമ്മിറ്റി യോഗത്തിലേക്ക് എം വി ഗോവിന്ദൻ മാഷാണ് ഈ പേര് മുന്നോട്ട് വയ്ക്കുന്നത്. ആ പേര് പൂർണ്ണമായും ഏകകണ്ഠേന തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാവുന്ന പോലെ SFIയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച നേതാവാണ് കെ രാഗേഷ്. SFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം SFIയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നു. SFIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുന്ന ആദ്യ മലയാളി എന്ന ആ പേര് കൂടി അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല ഏറെക്കാലം ഡൽഹി കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ക്ഷമിക്കണം, കെ സുധാകരനെതിരെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നാലെ 2015 ഏപ്രിൽ കെ രാഗേഷിനെ രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കുന്നു. രാജ്യസഭയിലെ കെ രാഗേഷിന്റെ പ്രവർത്തനങ്ങൾ കൂടി വലിയ മികച്ച പ്രവർത്തനമായിരുന്നു അവിടെ കാഴ്ചവെച്ചിരുന്നതെന്ന നിഗമനം പാർട്ടിക്കുണ്ട്. അത്തരമൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. ആ കാര്യങ്ങൾ ഒപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക് കഴിഞ്ഞ കുറേ വർഷക്കാലം മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായി പ്രതിസന്ധികളിലൊക്കെ വലിയ നിർദ്ദേശങ്ങളൊക്കെ നൽകി മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ വളരെ അടുത്ത ആളായി വിശ്വസ്തനായി നിന്ന ആളാണ് കെ രാഗേഷ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ പാർട്ടിയുടെ നേതൃത്വം ആരെ ഏൽപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് പൊതുവെ മുഖ്യമന്ത്രിക്ക് കൂടി വലിയ താല്പര്യമുള്ള ഒരാൾ, ഒപ്പം യുവ നേതാവ്, അങ്ങനെ പല ഗുണങ്ങൾ കെ രാഗേഷിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെയാണ് കെ രാഗേഷ് എന്ന ഒറ്റ പേരിലേക്ക് അവസാനം കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം CPMന് സംഘടനാ സംവിധാനവും വർഗബഹുജന സംഘടനയിൽ അംഗത്വവും ഒക്കെയുള്ള ഏറ്റവും കരുത്തുള്ള ഒരു ജില്ലാ ഘടകമാണ് കണ്ണൂർ ജില്ലാ ഘടകം. ആ കണ്ണൂർ ജില്ലാ ഘടകത്തെ ഇനി നയിക്കാനുള്ള നിയോഗം കെ രാഗേഷിലേക്ക് എത്തിച്ചേർന്നിരിക്കും. കെ രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു എന്ന ഒരു അപൂർവത കൂടി ഇതിലുണ്ട്. മുഖ്യമന്ത്രിക്ക് വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് എന്ന നിലയിലാണ് കെ രാഗേഷിന് ഈ നിയോഗം.